ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ മൂന്നാം ഘട്ടം ഫൈനൽ കീ വന്നിരിക്കുകയാണ്. അതായത് 10th പ്രിലിംസ് മൂന്നാം ഘട്ടത്തിന്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട്. 7 ഡിലീഷൻ ആണ് വന്നിരിക്കുന്നത്. എത്രയാണ്? 7 ഡിലീഷൻ. ഇത് നമ്മുടെ മാർക്കിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കും. കാരണം 7 മാർക്കിന്റെ കുറവെന്ന് പറയുമ്പോൾ 93ലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 93 മാർക്കിനാണ് ഇനി ഇത് പരിഗണിക്കുക. അപ്പൊ 7 ചോദ്യങ്ങളാണ്. ആ ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയെന്നൊക്കെ നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഓരോ ചോദ്യങ്ങളിലൂടെയും പോകാം, എന്നിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമത് ചോദ്യം, അതായത് നിങ്ങൾ എ കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 16, 17, 18 നിങ്ങൾ അടുപ്പിച്ച് 3 ഒരുമിച്ച് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത് നോക്കാം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏകദേശം ഉത്തരം എന്ന് പറഞ്ഞാൽ ഭൂതല ഛായാഗ്രഹണമാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഭൂതല ഹായാഗ്രഹണം, എന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുന്നത്. അതായത് ഛായല്ല, ഹായാണ്. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2 ഉത്തരങ്ങൾ ഇവിടെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇന്ദിരാ പോയിന്റും കന്യാകുമാരി എന്നുള്ളതും വരുന്നത് കൊണ്ട് നമുക്കവിടെ ഡിലീഷൻ വന്നു എന്ന് ഉറപ്പിക്കാം. ഇനി 18ാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അക്ഷാംശ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സമീപം. ഇപ്പൊ ഇതെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പൊ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 20ാമത്തെ ചോദ്യം നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇതില് നമുക്കിപ്പം തന്നിരിക്കുന്നത് എന്താണ്? കാഞ്ചൻജംഗ വേണം നമുക്ക് എടുക്കാം. പക്ഷെ പൂർണ്ണമായും ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇന്ത്യയിലാണെങ്കിൽ ഇത് K2 ആണ്, മൗണ്ട് K2 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ കാഞ്ചൻജംഗ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് എന്നാണ് ചോദ്യം അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് വന്നപ്പോ അത് ജലസേവന പദ്ധതി ആയിപ്പോയി. അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ജലസേവനം എന്ന് പറയുന്ന പദ്ധതി ഇല്ലാത്തത് കൊണ്ട് അതും എന്താണ് 45ാമത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഡിലീഷന്റെ ഒക്കെ ഒരു പോകുന്ന പോക്ക്, ഒരു PSCക്ക് ചോദ്യം പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ. 55ാമത്തത് ഫത്തഹദൽ മുബീൻ എന്ന അറബിക് കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായ. ഇവിടെ ഫത്ഹുദൽ എന്നാണ്, ഫത്ഹൽ എന്നാണ് വേണ്ടത്, നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു വാക്കാണ് ഇവിടെ തെറ്റ്. അതുകൊണ്ടാണ് അതും ആ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായി എപ്പോഴും ഡിലീറ്റ് ആയി പോകുന്ന ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു മാത്സിലെ മെന്റൽ എബിലിറ്റിയിലെ ഒരു ചോദ്യം, അതും ഇവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇങ്ങനെ 7 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പകുതി ഭാഗവും, അതായത് നിങ്ങൾ നോക്കുക, ഇപ്പൊ തന്നെ നോക്കുക, ഇതിൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുണ്ട്, അറിയാവുന്ന ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ ചോദ്യങ്ങള് ഇതിലൊന്നും പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ കിട്ടൂല എന്നുള്ളത്. ഇത് ജലസേചന പദ്ധതി എന്നുള്ളത്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്ത്. അപ്പൊ ഏകദേശം എല്ലാവരുടെയിൽ നിന്നും ഈ ഒരു മാർക്ക് അങ്ങ് കുറയും. എഴുതാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് ഇത് കൂടുതൽ ഗുണകരം. എഴുതിയവർക്കൊക്കെ എന്താണ്, ഈ മാർക്ക് അങ്ങ് കുറഞ്ഞു പോകും. നമ്മുടെ മാർക്കിനെ അത് സ്വാധീനിക്കും തീർച്ചയായും. കാരണം 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 1ഉം 2ഉം 4ഉം ഒക്കെ ഘട്ടങ്ങളിലുള്ളവർക്ക് എത്രയാണ് ഡിലീഷൻ വരുന്നത് അതിനനുസരിച്ച് ഇരിക്കും. 4ാം ഘട്ടത്തിൽ ഡിലീഷൻ അനുസരിച്ചിരിക്കും, ബാക്കിയല്ല. പക്ഷെ എന്നാലും 7 ഡിലീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും, അത് തീർച്ചയാണ്. കാരണം അറിയാവുന്ന പലരും എഴുതിയ ഉത്തരമായിരിക്കും. അവരൊക്കെ ഏകദേശം ഇതൊക്കെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ 75ഉം 70ഉം 68ഉം ഒക്കെ മാർക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ മാർക്കുകളൊന്നും ലഭിക്കില്ല. 7 മാർക്ക് അങ്ങ് പോകുമ്പോൾ 75 കൂട്ടി വെച്ച ഒരാൾക്ക്, ഈ 5 ശരിയായിട്ട് 75 കൂട്ടി വെച്ച ഒരാൾക്ക് 75ൽ നിന്ന് 7 മാർക്ക് പോകുമ്പോൾ 68 മാർക്കിലേക്ക് അത് എത്തപ്പെടും. 68 മാർക്ക്. ഈ 70 കിട്ടിയ ഒരാൾക്ക് 63. ഈ കട്ട് ഓഫ് വരുന്നത് 69ഓ 67ഓ ഒക്കെ ആണെങ്കിൽ എന്താണ്, ഈ പറയുന്ന മാർക്ക് കിട്ടിയ ആളുകൾ പിന്തള്ളപ്പെട്ടു പോകും. ആ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഘടന പോകുന്നത്. അപ്പൊ അത് അത്രത്തോളം നമ്മളെ സ്വാധീനിക്കും. ഇനിയെങ്കിലും PSCയോട് പറയാനുള്ളത്, ഒരു 100 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ ഇടുമ്പോൾ അതെങ്കിലും മര്യാദയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറ്റില്ലാതെ ഇടാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യപേപ്പറും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. 100 മാർക്കിന്റെ ചോദ്യങ്ങളല്ലേ ഉള്ളൂ, ചെയ്തുകൂടെ മര്യാദയ്ക്ക്? ഓക്കേടാ, വീണ്ടും കാണാം.